ഐക്യാഹ്വാനവുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം. ഭിന്നിക്കാനുള്ളതിനേക്കാൾ 1000 കാരണങ്ങൾ ഒരുമിക്കാനുണ്ടെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഐക്യത്തിനെതിരായ അപശബ്ദങ്ങൾ പാടില്ല എന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച് വിവാദത്തിലായ ഉമർ ഫൈസി മുക്കം സമ്മേളനവേദിയിൽ നിലപാട് തിരുത്തി. പാണക്കാട് കുടുംബവുമായി വിരോധമില്ലെന്നും ഒരു മോമിന് സഖാവാകാൻ കഴിയില്ലെന്നും ഉമർ ഫൈസി പറഞ്ഞു. സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലെ തർക്കം തുടർന്ന പശ്ചാത്തലത്തിൽ നടന്ന 100ാം വാർഷിക സമ്മേളനം മഞ്ഞുരുക്കത്തിന്റെ സൂചന പ്രകടമാക്കി. സാദിഖ് അലി തങ്ങളെ നിരന്തരം വിമർശിച്ചിരുന്ന സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിലെ പ്രധാനിയായ ഉമർ ഫൈസി മുക്കം തന്നെ നിലപാട് മാറ്റം വ്യക്തമാക്കി. ഞാൻ എന്നും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്. ആൾക്കാർ എന്തൊക്കെ പറയുന്നു, ഇതൊക്കെ എന്താക്കുന്നു കേട്ടിട്ട് നമ്മളുടെ ഇടയിൽ ഇങ്ങനെ വിരോധമാണ്, ലീഗ് വിരോധിയാണ്, സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒക്കെ പറച്ചിലാണ്. ഒന്നുമില്ല. സഖാവ് ഒരു മനുഷ്യനിക്ക് അങ്ങനെ ആകാൻ കഴിയൂല. ഒരു മുമ്പിനാണ് മനുഷ്യൻ. നേതൃത്വത്തിന്റെ പരസ്യശാസനയും സുന്നി മഹൽ ഫെഡറേഷന്റെ പ്രമേയം ഉൾപ്പെടെ ഉമർ ഫൈസിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായാണ് സൂചന. ഐക്യത്തിന്റെ പ്രാധാന്യത്തിൽ ഊന്നുന്നതായിരുന്നു സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെയും ഉദ്ഘാടകൻ സാദിഖ് അലി തങ്ങളുടെയും വാക്കുകൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐക്യം കാത്തു സൂക്ഷിക്കുക. തർക്കിച്ചുകൊണ്ട് ഒന്നും നമുക്ക് നേടാൻ ഇല്ലല്ലോ. എന്നാൽ ഒരുമിച്ചിരുന്നാൽ നമുക്ക് പലതും നേടാൻ പോകും. പിന്നെ ഭിന്നിച്ചിരിക്കുന്നതിനേക്കാളും ഭിന്നിക്കാനുണ്ടാകുന്നതിനേക്കാളും 1000 കാരണങ്ങൾ നമുക്ക് ഒന്നിക്കുവാനുണ്ട് എന്നുള്ളതാണ്. ആരിൽ നിന്നും അപശബ്ദങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന കൂട്ടായ്മ ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഈ സദസ്സുകൾ നോക്കി, ഇവിടെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. മറ്റു പല പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു നിലക്കുള്ളതായ പോറലും നമ്മളിന്നുണ്ടാവാൻ പാടില്ല. നേതാക്കളുടെ പേരുകൾ പറയുമ്പോൾ ചേരിതിരിഞ്ഞ് പിന്തുണയ്ക്കുന്ന രീതിയെയും നേതാക്കൾ നിരുത്സാഹപ്പെടുത്തി. 100ാം വാർഷിക സമ്മേളനം ഐക്യ സന്ദേശം നൽകുന്നതാണെന്ന പ്രതീതിയാണ് നേതാക്കൾ നൽകിയത്. ഇന്നലെ വൈകിട്ട് 100 പതാകകൾ ഉയർത്തിയാണ് സമ്മേളനത്തിന് തുടക്കമിട്ടത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് ശേഷം 8ാം തീയതി പൊതുസമ്മേളനത്തോടെ പരിപാടികൾ അവസാനിക്കും. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കാസർഗോഡ്.